إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ എന്ന പേരിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ സത്യവിശ്വാസികളുടെ ഏതാനും ചില വിശേഷണങ്ങൾ ആ സൂറത്തിൻ്റെ തുടക്കത്തിൽ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. ആ വിശേഷണങ്ങൾ ഓരോന്നും സഹോദരങ്ങളെ വളരെ മഹത്തരമാണ്, വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ളവരാക്കി നമ്മെ മാറ്റി എന്നത് സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. നമുക്ക് ലഭിച്ച മറ്റേത് അനുഗ്രഹങ്ങളെക്കാളും അല്ലാഹുവിൻ്റെ അടിമ, അല്ലാഹുവിലും അവൻ്റെ ദീനിലും അവനയച്ച റസൂലിലും അവൻ്റെ കിതാബിലും പരലോകത്തിലും വിശ്വാസമുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളായി തീരുക എന്നത് വലിയ അനുഗ്രഹമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരത്തിലുള്ള മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് ഇഹലോകത്തും പരലോകത്തും വിജയം നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹു പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. എന്താണ് സഹോദരങ്ങളെ ആ വിജയിച്ച മുഅ്മിനീങ്ങളുടെ അടയാളങ്ങൾ, വിശേഷണങ്ങൾ? ശേഷം അല്ലാഹു പറയുന്നു, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, ആ വിജയിച്ച മുഅ്മിനീങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ നിസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരാകുന്നു. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളുടെ ഒന്നാമത്തെ അടയാളം അവർ നിസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരായിരിക്കുമെന്നാണ്. ഈ വിശേഷണങ്ങൾ അവസാനിപ്പിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു പറഞ്ഞു, വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ,
മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ നിസ്കാരങ്ങൾ കൃത്യമായി മുറ പോലെ നിർവഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അള്ളാഹു ഈമാനുള്ളവരുടെ വിശേഷണങ്ങൾ ആരംഭിച്ചതും ആ സൂറത്തിൽ അത് അവസാനിപ്പിച്ചതും നിസ്കാരമെന്ന മഹത്തായ ഈ ദീനിൻ്റെ 5 സ്തംഭങ്ങളിൽ രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഇബാദത്ത് കൊണ്ടാണ്. മുഅ്മിനീങ്ങൾ നിസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരാണ്. എന്താണ് സഹോദരങ്ങളെ ഭക്തി നിർഭരമായ നിസ്കാരമെന്ന് പറഞ്ഞാൽ, ഭയഭക്തിയുള്ള നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്താണ്? അതാ മഹാന്മാർ സഹാബത്ത് റളിയല്ലാഹു അൻഹും, അവരിൽ പ്രമുഖൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം വിശദീകരിക്കുന്നു. ഖായിഫൂന സാകിനൂൻ, നിസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ അവർ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അതുള്ളവരായിരിക്കും. അതുപോലെ നിസ്കാരത്തിൽ അടക്കം പാലിക്കുന്നവരായിരിക്കും. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അൽ ഖുശൂ എന്ന് പറഞ്ഞാൽ, ഭയഭക്തി എന്ന് പറഞ്ഞാൽ ഖുശൂഉൽ ഖൽബ്, ഹൃദയത്തിൻ്റെ ഭക്തിയാണ്, ഹൃദയത്തിൻ്റെ ഭയഭക്തിയാണ്. അഥവാ നിസ്കാരത്തിൽ ഹൃദയം മുഴുവനും അള്ളാഹുവിനോടുള്ള ഭയപ്പാട് കൊണ്ട് ഭക്തി നിർഭരമായിരിക്കും. ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, കാന ഖുശൂഉഹും ഫീ ഖുലൂബിഹിം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭയപ്പാട് എന്ന് പറഞ്ഞാൽ, ഭയഭക്തി എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങളിലാകുന്നു. ഫഗല്ലൂ ബിദാലിക അബ്സാറഹും വഖഫദുൽ ജനാഹ്, നിസ്കാരത്തിൽ ആ ഭയഭക്തി കൊണ്ട് ഹൃദയം നിറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ താഴ്ന്നുപോയി. അതുപോലെ തന്നെ അവരുടെ അവയവങ്ങൾ അതവർ അടക്കി ഒതുക്കി വെക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, നിസ്കാരത്തിൽ ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുക എന്നത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. അഥവാ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോട്ടമാക്കിക്കൊണ്ട് അവയവങ്ങൾ, ശരീരത്തിലെ അവയവങ്ങൾ അടക്കി ഒതുക്കി വെച്ചുകൊണ്ട് പേടിയോടെ, ഭയപ്പാടോടെ, ഭക്തിയോടെ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. അത് മുഅ്മിനീങ്ങളുടെ അടയാളങ്ങളിലൊന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതാ മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർഫഊന അബ്സാറഹും ഇല സ്സമാഇ ഫി സ്വലാത്തി, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നിസ്കാരത്തിൽ അവരുടെ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്താറുണ്ടായിരുന്നു. ഫലമ്മാ നസലത് ഹാദിഹിൽ ആയ, എന്നാൽ അല്ലാഹു തആല സൂറത്തുൽ മുഅ്മിനൂനിലെ ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ ഖഫളൂ അബ്സാറഹും ഇലാ മൗദിഇ സുജൂദിഹിം, അവരതാ തങ്ങളുടെ കണ്ണുകൾ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് താഴ്ത്തുകയുണ്ടായി. സഹോദരങ്ങളെ, നിസ്കാരത്തിൽ കൈകെട്ടിക്കൊണ്ട് മുകളിലേക്ക് നോക്കുന്നവരുണ്ട്. വല്ല അനക്കവും ഒച്ചയും ശബ്ദവും ആളുകളുടെ നടത്തവും ഒക്കെ കണ്ടാൽ ആ ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ നിസ്കാരത്തിൽ കൈകെട്ടിയത് മുതൽ പിന്നീട് കൈകൾ, അവയവങ്ങൾ ചലിക്കാതിരിക്കുകയില്ല ചില ആളുകളുടേത്. അവിടെ ചൊറിഞ്ഞും ഇവിടെ തൊട്ടും അവിടെ തലോടിയും തലമുടി ശരിയാക്കിയും താടി ശരിയാക്കിയും തുടങ്ങി അങ്ങനെ അനേകം അനങ്ങൽ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിസ്കാരത്തിൽ പലപ്പോഴും കാണാറുണ്ട്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഭക്തിയുള്ള ഖുശൂഅോടുകൂടിയുള്ള നിസ്കാരമെന്ന് പറഞ്ഞാൽ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കലും അവയവങ്ങൾ അടക്കി ഒതുക്കി വെക്കലുമാണ് എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളുടെ ഒന്നാമത്തെ അടയാളം അവർ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധയാണ്. അവർ ഖുശൂഉള്ളവരാണ്, അവർ നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാണ്. രണ്ടാമതായി അതാ അല്ലാഹു പറയുന്നു, വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാത്തിലുകൾ, അല്ലഗ്വ് എന്ന് പറഞ്ഞാൽ സർവ ബാത്തിലുകളും ഹറാമായ, വ്യർത്ഥമായ, അടിസ്ഥാനരഹിതമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം
അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകൾ, സത്യവിശ്വാസികൾ തിരിഞ്ഞുകളയുന്നവരാണ്. ഒരു ബാത്തിലിനും ചെവി കൊടുക്കാനോ മനസ്സ് കൊടുക്കാനോ ശ്രദ്ധ കൊടുക്കാനോ അവർ മുതിരുകയില്ല. മറിച്ച് ഹറാമ് നടക്കുന്ന കേന്ദ്രങ്ങൾ, ഹറാമ് നടക്കുന്ന സദസ്സുകൾ, ഹറാമിൻ്റെ നോട്ടങ്ങൾ, ഹറാമിൻ്റെ പരിപാടികൾ, ഹറാമിൻ്റെ ആഘോഷങ്ങൾ, ഷിർക്കിൻ്റെ, കുഫറിൻ്റെ, ബിദ്അത്തിൻ്റെ തുടങ്ങി എന്തൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനെതിരായ കാര്യങ്ങളുണ്ടോ, അടിസ്ഥാനരഹിതമായ കാര്യങ്ങളുണ്ടോ, അതിൽ നിന്നെല്ലാം അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകൾ തിരിഞ്ഞുകളയുന്നവരാകുന്നു. അവർ തങ്ങളുടെ ദീൻ മുറുകെ പിടിച്ച് ആ ദീൻ സുരക്ഷിതമാക്കാൻ പരിശ്രമിക്കുന്നവരാണ് എന്നാണ് പ്രിയമുള്ളവരെ അതിൻ്റെ അർത്ഥം. നോക്കൂ, മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണിത്. ബാത്തിലായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ഷിർക്ക് മുതലിങ്ങോട്ട് ഹറാമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാഗവാക്കാവാൻ അവന് പാടുള്ളതല്ല. അങ്ങനെ അതിൻ്റെ കൂടെ, അതിൻ്റെ അരികിൽ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, സഹകരിക്കുകയാണെങ്കിൽ, സഹവസിക്കുകയാണെങ്കിൽ, മനസ്സ് ചാഞ്ഞു പോവുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാനിനെ ബാധിക്കുമത്. നമ്മുടെ ഈമാനിൻ്റെ കാര്യം വളരെ പരിതാപകരമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് സത്യവിശ്വാസികൾ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, മുഅ്മിനീങ്ങൾ എല്ലാവിധ ബാത്തിലായ വ്യർത്ഥമായ അള്ളാഹുവിൻ്റെ ദീനിനെതിരായ, അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും തിരിഞ്ഞുകളയുന്നവരാകുന്നു. മൂന്നാമതായി അള്ളാഹു പറയുന്നു വല്ലദീനഹും ലിസ്സകാതി ഫാഇലൂൻ, മുഅ്മിനീങ്ങൾ അവർ സകാത്ത് അഥവാ സാമ്പത്തിക വിശുദ്ധി പാലിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സകാത്തിൻ്റെ നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ, അളവ് എത്തിയിട്ടുണ്ട് എങ്കിൽ, ഒരു വർഷം തികഞ്ഞിട്ടുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ എന്താണോ സകാത്തിൻ്റെ കാര്യവുമായി അള്ളാഹു പഠിപ്പിച്ചത് ആ രൂപത്തിൽ അത് കൃത്യമായി പാലിക്കുന്നവരാകുന്നു അവർ. സാമ്പത്തിക വിശുദ്ധി അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ അടയാളമായി, വിശേഷണമായി ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, സമ്പത്തുണ്ടോ, സകാത്ത് കൊടുക്കാനായിട്ടുണ്ടോ, കൃത്യമായി കണക്ക് നോക്കി കൊടുക്കേണ്ടവനാണ് മുഅ്മിൻ. റമളാൻ മാസത്തിൽ വാതിൽക്കൽ വരുന്നവർക്ക് എന്തെങ്കിലും ചുരുട്ടിക്കൊടുത്താൽ നാട്ടിലതിന് സകാത്ത് എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിലുള്ള സകാത്ത് അതല്ല. മറിച്ച് സമ്പത്ത് എന്താണോ ഉള്ളത്, സ്വർണമാവട്ടെ, വെള്ളിയാവട്ടെ, പണമാവട്ടെ, കച്ചവട സ്ഥാപനമാവട്ടെ, അതുപോലെ സകാത്തിൻ്റെ അർഹതപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സകാത്ത് കൊടുക്കണമെന്ന് അറിയിച്ച കാര്യങ്ങളുണ്ടോ, കൃത്യമായി സകാത്തിൻ്റെ അവകാശികൾക്ക് ആ ഓഹരി എത്തിയിരിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് സാമ്പത്തിക വിശുദ്ധി പാലിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അസ്സകാത്ത് എന്നതിന് മറ്റൊരർത്ഥം കൂടി തഫ്സീറുകളിൽ കാണാം. ജീവിത വിശുദ്ധി, മനസ്സിൻ്റെ ശുദ്ധി. മനസ്സ് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും സംശുദ്ധമായിരിക്കും. സ്വഭാവ ഗുണങ്ങൾ, വിശ്വാസ ആചാര കർമാനുഷ്ഠാനങ്ങൾ, സ്വഭാവ മര്യാദകൾ, അതിലെല്ലാം വിശുദ്ധി പാലിക്കുന്നവരായിരിക്കും അവർ എന്നും ഈ ആയത്തിനെ മഹാന്മാർ വിശദീകരിച്ചതായി കാണാം. അഥവാ ചില പണ്ഡിതന്മാർ പറഞ്ഞു, സാമ്പത്തിക വിശുദ്ധിയും അതുപോലെ തന്നെ മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ വിശുദ്ധിയും ഒരുപോലെ പാലിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതാ നാലാമതായി അള്ളാഹു പറയുന്നു വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, അവർ മുഅ്മിനീങ്ങൾ അവർ തങ്ങളുടെ ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കുന്നവരായിരിക്കും. അള്ളാഹു പറയുന്നു ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമിൻ. മുഅ്മിനീങ്ങൾ അള്ളാഹു അവർക്ക് ഹലാലാക്കിയ അവരുടെ ഇണകൾ, ഭാര്യമാർ, അതുപോലെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകൾ, അതല്ലാത്ത അവരിലല്ലാതെ അവർ ലൈംഗികമായ ആസ്വാദനം ആഗ്രഹിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ അവർ ആക്ഷേപത്തിന് അർഹരല്ല. ഫമൻ ഇബ്തഗാ വറാഅ ദാലിക് ഫഉലൈക ഹുമുൽ ആദൂൻ. ഇതല്ലാത്ത, ഹലാലായ മാർഗമല്ലാത്ത, അതിൽ നിന്ന് പരിധി വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും മാർഗം ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ അവർ തന്നെയാകുന്നു
അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ച പരിധി വിട്ടയാളുകൾ. സഹോദരങ്ങളെ, ലൈംഗിക വിശുദ്ധി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ മാർഗമല്ലാതെ മറ്റൊരു മാർഗവും സ്വീകരിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അഥവാ അള്ളാഹു വിവാഹത്തിലൂടെ ഹലാലാക്കിയിട്ടുണ്ട്. അതല്ലെങ്കിൽ അടിമ സമ്പ്രദായത്തിലൂടെ അള്ളാഹു ലൈംഗിക ബന്ധം, ശാരീരിക ബന്ധം അനുവദിച്ചിട്ടുണ്ട്. അതല്ലാത്ത സ്വവർഗരതിയാവട്ടെ, വ്യഭിചാരമാവട്ടെ, അതല്ലെങ്കിൽ സ്വയംഭോഗമാവട്ടെ, ഇങ്ങനെ എല്ലാവിധ ലൈംഗിക ആസ്വാദനങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ വിലക്കിയിരിക്കുന്നു. അതിലൊന്നും മുഅ്മിനീങ്ങൾ ചെന്ന് ചാടുകയില്ല. മറിച്ചവർ ഹലാലിൽ മാത്രം ഒതുക്കി ജീവിത വിശുദ്ധി, ലൈംഗിക വിശുദ്ധി പാലിക്കുന്നവരായിരിക്കും. അതാ അല്ലാഹു വീണ്ടും പറയുന്നു, വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അഞ്ചാമതായി അല്ലാഹു പറയുന്നു, മുഅ്മിനീങ്ങൾ വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, അവർ വിശ്വസ്തതയും വാഗ്ദത്തവും കൃത്യമായി പാലിക്കുന്നവരാണ്, നിറവേറ്റുന്നവരാണ്. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളുടെ വളരെ മഹത്തായ ഗുണവിശേഷണമാണിത്. അവർ വിശ്വസിച്ചാൽ വഞ്ചിക്കുകയില്ല. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ ഒരിക്കലും വഞ്ചിക്കുകയില്ല, ചതിക്കുകയില്ല. ഒരു കരാറിൽ ഏർപ്പെട്ടാൽ, വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കുകയില്ല. അത് മുനാഫിഖുകളുടെ അടയാളമായി കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നോക്കൂ, അള്ളാഹു പറയുന്നു, വിശ്വസ്തത പാലിക്കുന്നവരാണവർ, വാഗ്ദത്തം മുറ പോലെ നിറവേറ്റുന്നവരാണവർ. എന്നിട്ട് അള്ളാഹു അതാ ആ ഭാഗം അവസാനിപ്പിക്കുന്നു, വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. അവർ മുഅ്മിനുകൾ തങ്ങളുടെ നിസ്കാരങ്ങൾ, അള്ളാഹു നിർബന്ധമാക്കിയ 5 നേരത്തെ നിസ്കാരങ്ങൾ കൃത്യമായി മുറ പോലെ നിർവഹിക്കുന്നവരാകുന്നു. സഹോദരങ്ങളെ, 6ഓളം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണി എണ്ണി പറഞ്ഞു. ഇതൊക്കെ സത്യവിശ്വാസികളുടെ വിശേഷണങ്ങളാണ്, സത്യവിശ്വാസികളുടെ അടയാളങ്ങളാണ്. ഈ കാര്യങ്ങൾ സ്വീകരിച്ച ആളുകൾ, മുഅ്മിനുകൾ, അവർ വിജയിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കപ്പെടുകയുണ്ടായി. അവർ പറഞ്ഞു, കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പരിശുദ്ധ ഖുർആനാകുന്നു. ഫഖറഅത്, എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പാരായണം ചെയ്തു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ ഹത്താ ഇൻതഹത് വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. നമ്മളിപ്പോൾ ഓതി കേട്ട സൂറത്തുൽ മുഅ്മിനൂനിലെ 1 മുതൽ 9 വരെയുള്ള ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയുണ്ടായി. ഖാലത്ത്, എന്നിട്ട് അവർ പറഞ്ഞു, ഹാകദ കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്രകാരമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. നോക്കൂ സഹോദരങ്ങളെ, ഈമാനിൽ പരിപൂർണത കൈക്കൊണ്ടിട്ടുള്ള മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങളാണിവ. എന്തിനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത് നമുക്ക് അറിയിച്ചു തന്നത്? മുഅ്മിനീങ്ങളെ അള്ളാഹു ഇതിലൂടെ പുകഴ്ത്തുന്നു, പ്രശംസിക്കുന്നു. അതോടൊപ്പം സഹോദരങ്ങളെ, ഈ വിശേഷണങ്ങളിലേക്ക് അള്ളാഹു നമ്മെ ക്ഷണിക്കുകയാണ്. നമുക്കുള്ള പ്രോത്സാഹനമാണിത്. മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞതുപോലെ, ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം അളന്നു നോക്കണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ വിശേഷണങ്ങളിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാനും നിങ്ങളും എവിടെ നിൽക്കുന്നു നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ നിസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ പുനഃപരിശോധിക്കുക. ഭക്തിയുള്ള, ഭയഭക്തിയുള്ള നിസ്കാരമാണോ നമ്മുടേത്? അതല്ല കേവലം യാന്ത്രികമായ ഒരു നിസ്കാരമാണോ? ഒരു യന്ത്രം കറങ്ങുന്നത് പോലെ തക്ബീർ മുതൽ തസ്ലീം വരെ അങ്ങനെ ഒരു ശ്രദ്ധയില്ലാതെ, ഭയപ്പാടില്ലാതെ ഉള്ള നിസ്കാരമാണോ നമ്മുടേത്? നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ഈമാനിൻ്റെ പോരായ്മയാണത്. അതുപോലെ അല്ലാഹു
സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, ബാത്തിലുകൾ, വ്യർത്ഥമായ കാര്യങ്ങൾ, അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യങ്ങൾ, ശിർക്ക് മുതൽ ഇങ്ങോട്ട് ഹറാമ്, സംഗീതം, സിനിമകൾ, അതുപോലെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതുമായി നമ്മൾ എവിടെ നിൽക്കുന്നു? ഹറാമുമായി, ഹറാമിൻ്റെ സദസ്സുമായി, അത്തരം സദസ്സുകളുമായി നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ കൂട്ടുകെട്ട്, നമ്മുടെ ഇരുത്തം, ഇതൊക്കെ സഹോദരങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ എവിടെ നിൽക്കുന്നു? സാമ്പത്തിക വിശുദ്ധി നമ്മൾ പരിശോധിക്കണം. നമ്മുടെ സകാത്ത് കൃത്യമാണോ? സകാത്ത് കൃത്യമായി അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കാറുണ്ടോ? പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വഭാവ മര്യാദകൾ, നമ്മുടെ മാനസികമായ വിശുദ്ധി, ശാരീരികമായ വിശുദ്ധി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ലൈംഗിക വിശുദ്ധി സഹോദരങ്ങളെ നമ്മൾ പരിശോധിക്കണം. നമുക്ക് പരിശോധിച്ച് നോക്കാനുണ്ട്. ചെറുപ്പക്കാർ, യുവാക്കൾ, യുവതികൾ അവിഹിതമായ ബന്ധങ്ങളിൽ ചെന്ന് ചാടുവാൻ ഒരിക്കലും പാടുള്ളതല്ല. അള്ളാഹു ഹലാലാക്കിയതല്ലാതെ ഒരു മുഅ്മിനിന് പാടില്ലാത്തതാണ്. അതേത് ന്യായം പറഞ്ഞുകൊണ്ട് ചെന്ന് വീണാലും ശരി, അള്ളാഹു ഇതാ മുഅ്മിനീങ്ങളുടെ അടയാളമായി കൊണ്ട് പറയുന്നു, അവർ ലൈംഗിക വിശുദ്ധി പാലിക്കുന്നവരാണ്. അതുപോലെ സഹോദരങ്ങളെ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ നിലപാടെന്താണ്? നമ്മൾ ജോലിക്കാരാണോ? നമ്മൾ ഉത്തരവാദിത്തമുള്ളവരാണോ? നാം ചോദ്യം ചെയ്യപ്പെടും. നിറവേറ്റാറുണ്ടോ? അള്ളാഹു ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി മുറ പോലെ നമ്മൾ പാലിക്കാറുണ്ടോ? സൃഷ്ടികളുമായി ഏർപ്പെട്ടിട്ടുള്ള കരാറുകൾ, അവർ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, ഇതിലൊക്കെ നമ്മുടെ നിലപാടുകൾ എന്താണ്? നാം കൃത്യമാണോ? പാലിക്കുന്നവരാണോ? വ്യക്തമായി ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ നിസ്കാരം മുറ പോലെ നാം നിർവഹിക്കുന്നവരാണോ? മസ്ജിദുകളിൽ നിന്ന് ബാങ്ക് വിളിക്കപ്പെടുമ്പോൾ നിസ്കാരത്തിനു വേണ്ടി ബാങ്ക് കേൾക്കുന്ന പരിധിയിൽ താമസിക്കുന്ന പുരുഷന്മാർ പള്ളികളിലേക്ക് എത്താറുണ്ടോ? ജുമുഅക്ക് നിറയുന്ന പള്ളികൾ ഫജ്റിന് എന്തുകൊണ്ട് നിറയുന്നില്ല? പ്രിയമുള്ളവരെ, നാം പരിശോധിക്കേണ്ടതുണ്ട്. മുഅ്മിനീങ്ങൾ നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാണ്. അങ്ങാടികളിൽ, ജോലി തിരക്കുകളിൽ, കളികൾക്കിടയിൽ ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാഹ് വിളിക്കപ്പെടുന്നു. വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ. എവിടെ നമ്മൾ മസ്ജിദുകളിലേക്ക് എത്താറുണ്ടോ? മുറ പോലെ കൃത്യസമയത്ത് നമ്മൾ നിസ്കാരം നിർവഹിക്കാറുണ്ടോ? അതല്ല തോന്നിയതുപോലെ നമുക്ക് സമയം കിട്ടുമ്പോൾ വന്ന് തലകുത്തി മറിയലാണോ? നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായി പഠിപ്പിക്കപ്പെട്ടത് ഈ കാര്യമാണ്. ഈ ആയത്തുകളാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ പാരായണം ചെയ്തു കൊടുത്തത്. ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വിശേഷണങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന ആ വിജയം എനിക്കും നിങ്ങൾക്കും കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മുഅ്മിനുകളുടെ മഹത്തായ വിശേഷണങ്ങൾ നമുക്ക് എണ്ണി പറഞ്ഞു തന്നു. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഈമാൻ എന്നത് കേവലം എൻ്റെ മനസ്സിലുണ്ട്, അത് അല്ലാഹു അറിയുന്നുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് ഇതിലൂടെ വ്യക്തമാണ്. മറിച്ച് ഈമാൻ എന്നാൽ നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം, ഹൃദയത്തിലുണ്ടാവണം, അവയവങ്ങളിൽ പ്രകടമായിരിക്കണം, ശരീരം അത് പ്രാവർത്തികമാക്കണം. അപ്പോഴാണ് ഈമാൻ പരിപൂർണമാവുകയുള്ളൂ. എനിക്ക് ഈമാനുണ്ട്, എൻ്റെ ഈമാൻ അല്ലാഹു അറിയുന്നുണ്ട് എന്നു പറഞ്ഞ് ചില ആളുകൾ പല ഇബാദത്തുകളും ഉപേക്ഷിക്കാറുണ്ട്. അത്തരമൊരു ഇളവ് ഒരാൾക്കും അല്ലാഹു നൽകുകയില്ല എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഇതൊക്കെ കൃത്യമായി പാലിച്ചിരുന്നു എങ്കിൽ, അവിടുന്ന് ഇബാദത്തുകൾ കൃത്യമായി മുറ പോലെ നിർവഹിച്ചിരുന്നു എങ്കിൽ അവിടുത്തേക്കാൾ ശ്രേഷ്ഠനായ ഒരാളും തന്നെ ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങളിൽ നമ്മുടെ ഈമാൻ പ്രതിഫലിക്കണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈമാൻ ഉൾക്കൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിക്കുക എന്നത് കേവലം ഒരു പാഴ്വേലയല്ല, മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇഹലോകത്തും പരലോകത്തും അതിന് മഹത്തായ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു അതാ ഈ വിശേഷണങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉലൈക ഹുമുൽ വാരിസൂൻ. ഈ വിശേഷണങ്ങൾ പറയപ്പെട്ട മുഅ്മിനുകൾ അവരാകുന്നു അനന്തരാവകാശികൾ, അനന്തരമെടുക്കുന്ന ആളുകൾ. അല്ലദീന യരിസൂനൽ ഫിർദൗസ്. എന്താണ് അവർ അനന്തരമെടുക്കുന്നത്? അല്ലദീന യരിസൂനൽ ഫിർദൗസ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും സുഖ സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ള, അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെ ഏറ്റവും ഉയരത്തിൽ അള്ളാഹു ഒരുക്കി വെച്ച ജന്നാത്തുൽ ഫിർദൗസ്, ആ ഫിർദൗസ് അനന്തരമെടുക്കുന്നവരാകുന്നു മുഅ്മിനീങ്ങൾ. ഹും ഫീഹാ ഖാലിദൂൻ. അവരതിൽ നിത്യവാസികളുമായിരിക്കും. സഹോദരങ്ങളെ, ഈമാൻ മുറുകെ പിടിച്ച് ഈ സൽപ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിച്ചാൽ അള്ളാഹു വിജയം നൽകും, ദുനിയാവിലും ആഖിറത്തിലും. പരാജയപ്പെട്ടു പോവുകയില്ല. ഇഹലോകത്തെ ജീവിതം കഴിഞ്ഞാൽ പരലോകത്തെത്തുമ്പോൾ ഫിർദൗസ് അനന്തരമെടുത്ത, അതിൽ നിത്യവാസം കരസ്ഥമായിട്ടുള്ള ആളുകളായിരിക്കും മുഅ്മിനീങ്ങൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നെയും നിങ്ങളെയും അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പറയാനും കേൾക്കാനും വളരെ എളുപ്പമുള്ള കാര്യമാണിത്. പക്ഷേ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ, അടയാളങ്ങൾ പ്രകടമായിരിക്കണം. മരണം വരെ അത് മുറുകെ പിടിക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അല്ലാഹു മുഅ്മിനീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ, യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, കുറവുകൾ, വീഴ്ചകൾ, ന്യൂനതകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم مزق ملك الكافرين. اللهم شتت شملهم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم انصرنا وانصر الإسلام والمسلمين. اللهم انصر الإسلام والمسلمين المستضعفين في كل مكان. اللهم انصر من نصر دينك وكتابك وسنة نبيك محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.